നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതൊന്നുമല്ല. എന്റെ വക പിറന്നാൾ സമ്മാനം. എന്റെ മോള് വന്നതാണ് അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം. ഇക്കാലം അത്രയും ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും അതിനു വേണ്ടിയല്ലേ. വേറൊന്നും അമ്മയ്ക്ക് വേണ്ട. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി. ഇത് മോളുടെ കൈ തന്നെ കിടക്കട്ടെ, അതാ ഭംഗി. അത് വേണ്ട, ഞാനിത് അമ്മയ്ക്കായി കൊണ്ടുവന്നതാ. മോളുടെ സമ്മാനല്ല പെങ്ങളെ, അത് നിന്റെ കൈ തന്നെ കിടന്നോട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമായല്ലോ അല്ലേ? നീ ഒന്ന് പോടാ. അയ്യോ, വെച്ചു. വേണ്ട മോള്, ഇതിരിക്കട്ടെ. കള്ളൂടി നിർത്തിയോടെ. അമ്മാവനിപ്പോ പൈസയുടെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മോളോട് ചോദിച്ചോളാം. ആവശ്യം വരുമ്പോ എടുത്താ മതി. ഇതൊന്നും വേണ്ട, വല്ലപ്പോഴും ഒന്ന് വന്നാ മതി. ഞങ്ങളെ കാണാൻ വരാൻ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമല്ലേ. ആ പ്രതീക്ഷയല്ലേ ഞങ്ങളുടെ ജീവിതം. ശരി ശരി. എന്തിനാ പെങ്ങളിങ്ങനെ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാ ശങ്കരേട്ട. ഒരുപാട് കരഞ്ഞതിന് ദൈവം തന്ന പ്രതിഫലമല്ലേ ഈ സന്തോഷം. അത് പ്രകടിപ്പിക്കേണ്ടത് കരഞ്ഞാണോ? എന്നാലും മരുമോള് വന്നല്ലോ പെങ്ങളെ. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശങ്കരേട്ട, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അക്ഷരമോളുടെ മനസ്സ് മാറുമെന്ന്. അവള് നമ്മളെ എല്ലാം സ്നേഹിക്കാൻ തുടങ്ങുമെന്ന്. എന്നാൽ ഇത്ര പെട്ടെന്ന് എന്ത് മറിമായാണോ സംഭവിച്ചത്? ഒരു മറിമായോ ഇല്ല. മനുഷ്യന്റെ മനസ്സ് മാറാൻ എത്ര സമയം വേണം? ആ, അത് ശരിയാ. ചിന്തകളുടെ വേഗം അളക്കാൻ മെഷീനൊന്നും ഇല്ലല്ലോ. ഇനി എന്റെ പൊന്നുമണി കൂടി ഒന്ന് വന്നാ മതിയായിരുന്നു. അവളും ഒരു ദിവസം ഇതുപോലെ പടി കടന്ന് വരും ശങ്കരേട്ട. അതോടെ നമ്മുടെ വീട്ടിൽ പഴയ പോലെ കളിയും ചിരിയും ഒക്കെ നിറയായിരിക്കും അല്ലേ? പിന്നല്ലാതെ. അമ്മയ്ക്ക് വലിയ സന്തോഷായി. നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സന്തോഷിക്കട്ടെ. നീ എന്താ അക്ഷര ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് അച്ഛനില്ല.
നിനക്കമ്മയും. അച്ഛന്റെ സ്ഥാനത്ത് എനിക്ക് ജയശങ്കർ സാറുണ്ട്. അതുപോലെ സ്വന്തം അമ്മയായി നിനക്ക് എന്റെ അമ്മയെ കണ്ടുകൂടെ? സ്നേഹം മാത്രമല്ലേ ഉള്ളൂ ആ സാധുവിന് നിന്നോട്. പക്ഷേ നിങ്ങളുടെ അമ്മയെ പോയില്ലേ? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് പറയും. റോസാ ചെടിക്ക് മുള്ളുണ്ടെന്ന് പറയുന്ന പോലെയാ നിന്റെ സ്വഭാവം. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ പൂവിന്റെ ഭംഗിയും സുഗന്ധവും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കയ്യിൽ മുള്ളുകൊള്ളുന്നതോ ചോര പൊടിക്കുന്നതോ ഞാൻ കാണാറില്ല. ജീവിതം തീർന്നു പോയവളാ ഞാൻ. ഓട്ടോഗ്രാഫിലെ അവസാന പേജിൽ കിട്ടുന്ന നല്ല വാക്കുകൾക്ക് എന്ത് പ്രതീക്ഷ, എന്ത് ആശ്വാസം, എന്ത് സന്തോഷം. ഇതൊക്കെ നിന്റെ തോന്നലല്ലേ? ജീവിതം തീരുകയല്ല, തുടങ്ങുകയാ. അങ്ങനെ കരുത്. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രംഗൻ എന്നോട് എന്തും പറയാമല്ലോ. അതിനൊരു മുഖവരിയുടെ ആവശ്യമുണ്ടോ? പറയാനുള്ള ഒരു സീരിയസ് മാറ്ററാണ്. ആ, നിങ്ങൾ എപ്പോഴും പറയുന്നത് സീരിയസ് മാറ്റർ ആണല്ലോ. കേൾക്കുന്നവർക്കാണല്ലോ അത് തമാശ. അതിപ്പോ എന്റെ കുഴപ്പമാണോ അച്ഛാ? ഒരിക്കലുമല്ല. നീ ഒന്നും മിണ്ടാതിരിക്കും പ്രേമേ. രംഗൻ പറയട്ടെ. കുഞ്ഞളി എന്നെ കല്യാണത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പം പറയാൻ എന്തിരിക്കുന്നു? കല്യാണം നമുക്ക് ഗംഭീരമാക്കണം. ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചാൽ മതി. അവരാവുമ്പോ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തോളും. ഈ ഇവന്റ് തന്നെ വേണ്ടാന്ന് വെച്ചാലോ എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോഴാ ഇവളുടെ ഒരു ഇവന്റ് മാനേജ്മെന്റ്. നിങ്ങൾ എന്താ പറഞ്ഞത്? കല്യാണം വേണ്ടാന്ന് വെക്കാനോ? ആ, അതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ രംഗൻ പറഞ്ഞു വരുന്നത്? അന്നിവിടെ വന്നപ്പോഴേ എനിക്ക് അവരങ്ങോട്ട് പിടിച്ചില്ല. നിങ്ങൾക്ക് പിടിക്കണ്ട. കെട്ടാൻ പോകുന്ന നിങ്ങളല്ലല്ലോ, സിദ്ധു അല്ലേ? നീ തോക്കി കയറി വെടിവെക്കാതെ പ്രേമേ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ആർത്തി കൂട്ടങ്ങളാ. എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളൂ ആ നമ്പ്യാർക്കും ഭാര്യയ്ക്കും. അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സിദ്ധുവിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു കല്യാണ ആലോചനയുമായി ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. ഇവിടുത്തെ സ്വത്തിലാ അവരുടെ കണ്ണ്. ആണെങ്കിൽ തന്നെ എന്താ? നമ്മുടെ കൊച്ചിനൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം അവന്റെ ഭാവിയെ കരുതി ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിക്കണം. പ്രേമ പറഞ്ഞതിലും കാര്യമുണ്ട് രംഗ. എന്ത് കാര്യം? ലോകത്ത് അസുഖം വരുന്നതും ഓപ്പറേഷൻ നടത്തുന്നതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതെന്തോ വലിയ കുറവാണെന്ന് കരുതി നമ്മൾ പിന്നോട്ട് നടക്കുന്നതാണ് പ്രശ്നം. ആദർശം പറഞ്ഞോണ്ടിരുന്നാലേ കാര്യം നടക്കില്ല. അവനൊരു ഭാവി വേണ്ടേ? ഈ കല്യാണം നടന്നാലേ കുഞ്ഞളിയന്റെ ഭാവി ആ ഭൂതം വിഴുങ്ങും. രംഗൻ പറയുന്നത് ശരിയാ. പക്ഷെ കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഇനി എങ്ങനെയാ വാക്കുമാറ്റി പറയുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം അച്ഛന്റെ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ കല്യാണമാ ജീവിതത്തിലെ പ്രധാന സംഭവമെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നടക്കാൻ പോകുന്നത് ചാർത്ത കൈമാറ്റമല്ലേ? കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ. നമുക്ക് നോക്കാൻ രംഗ. ചേരില്ല എന്ന് ഉറപ്പായാൽ വേണ്ടെന്ന് വെക്കാം. അതുപോലെ അത് മതി അച്ഛാ. എന്താടി ഇങ്ങോട്ടത് വന്നേ മനുഷ്യ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ വിളിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഓ, ഒരു കാര്യക്കാരൻ വന്നിരിക്കുന്നു. ഓ, എങ്ങനെങ്കിലും കല്യാണം ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയെന്നാ മറ്റുള്ളവർക്ക്. അപ്പോഴാ ഒരു CID പണി. കണ്ട ആർത്തിക്കാർക്ക് കൊത്തിയൊലിക്കാനുള്ളതല്ല കുഞ്ഞാളിന്റെ ജീവിതം. പെട്ടെന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ തലയിൽ വെച്ച് കെട്ടി ഭാരം ഒഴിവാക്കാൻ അവനോട് മൂത്ത് നരച്ച് മൂക്കിന്ന് പല്ലും വന്ന് നിൽക്കുകയാണോ? അതുകൊണ്ട് സാവധാനം മതി. തലയിൽ ആൾ താമസം ഇല്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ തലയ്ക്കകത്ത് പിന്നെ മൃഗശാലയാണ്.
അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും സിദ്ധുവിന്റെ ചെവിയിൽ ഓതാൻ നിൽക്കണ്ട. അവൻ ആ കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ കല്യാണം നടക്കട്ടെ. നിങ്ങൾ വെറുതെ ഇടങ്കോലിട്ട് പേരുദോഷം കേൾപ്പിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. എന്റെ ജീവിതത്തെ പറ്റിയൊരു മണ്ടത്തരം. ശരത്തേട്ടൻ എന്താ വല്ല കഥ എഴുതാനുള്ള പദ്ധതിയിലാണോ? കുറെ നേരം ആയല്ലോ ആലോചന തുടങ്ങിയിട്ട്. ആ ചില പുതിയ പ്ലാനൊക്കെ ഉണ്ട്. എന്ത് പ്ലാനുകൾ? പ്ലാനുകളെന്ന് പറഞ്ഞ ബിസിനസ് പ്ലാനുകൾ. എന്ത് ബിസിനസ്? പല പല ബിസിനസ്സുകൾ മനസ്സിലുണ്ട്. ഞാനും സമ്മറും കൂടി ചേർന്ന ബിസിനസ് ഒക്കെ വലിയ ടെൻഷൻ അല്ലേ ശരത്തേട്ടാ? എന്ന് വെച്ചാ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണ്ടേ?